തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ കേന്ദ്ര പദ്ധതികൾ, അത് വിഴിഞ്ഞം പദ്ധതിയുടെ വലിയ ഒരു വിസ്ഫോടനം, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടുകൾ, കൂടുതൽ സ്പീഡിലുള്ള വികസനം, റെയിൽവേയുടെ വികസനം, ഇതെല്ലാം തന്നെ കേന്ദ്രം കനിയുന്നതാണ്. അതായത് സാമാന്യ ജനത്തിന് അറിയാമല്ലോ, ഇതൊക്കെ കേന്ദ്രം, ഷിപ്പിംഗ് ആൻഡ് റെയിൽ റോഡ്, ഹൈവേസ്, ഇതൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഒരു ലെവലാണ്. റിംഗ് റോഡുകളുടെ വികസനം, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചെയ്യാനാവുമോ കേന്ദ്രത്തിന്, അതിന്റെ വികസനം. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ നയമാണ് ഷിപ്പ് ബിൽഡിംഗ്. ഈ ഷിപ്പ് ബിൽഡിംഗ് ഒരു സംവിധാനങ്ങൾ രാജ്യത്തിന്റെ തുറമുഖങ്ങളോടടുത്ത് എല്ലായിടത്തും ഒരുക്കണമെന്നത് കേന്ദ്രത്തിന്റെ നയമാണ്. ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചതുമാണ്. നയം വലിയ തോതിൽ ഫണ്ട് കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞത്തിന് സമീപമുള്ള പൂവാർ മേഖല വികസിപ്പിച്ച് വലിയ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ശക്തമായ ഒരു ഷിപ്പ് ബിൽഡിംഗ് കേന്ദ്രം കൊച്ചി ഷിപ്പ്യാർഡിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കേന്ദ്രം. സ്വാഭാവിക കടലാണ്, 13 കിലോമീറ്ററോളമുള്ള, 13 മീറ്റർ ആഴമുള്ള കടലാണ് ഇവിടെ. ആ സ്ഥലത്തെല്ലാം വൻ വികസന സാധ്യതയാണുള്ളത്. അതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രത്തിന്റെ ഫണ്ടിൽ അനുവദിക്കാൻ സാധ്യതയുള്ള അർബൻ റിന്യൂവബിൾ മിഷൻ അനുസരിച്ചുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ അത് കേന്ദ്രം ഇപ്പോൾ അത് ഷോക്കേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു ഒപ്റ്റിക്സ് നൽകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ ഒക്കെ പേറുന്ന, അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടാഗ് പേറുന്ന ബസ്സുകൾ നിരത്തിൽ ഓടിയാൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി വരാൻ പോകുന്നത് വലിയൊരു ബാന്ധവുമായിട്ടായിരിക്കും, സമ്മാന പൊതിയുമായിട്ടായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം.